ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ താമരക്കുളത്തെ വീട്ടിൽ വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നാത്തും കുളിച്ചിട്ടൊക്കെ രാവിലെ വിളക്ക് കത്തിക്കുമായിരുന്നു. അവർ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കും. അങ്ങനെ ആദ്യം പടിയിലും പിന്നെ അകത്തുമായിട്ടൊക്കെ വിളക്കൊക്കെ കത്തിച്ച് എന്നിട്ട് പിന്നെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇന്നലെ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളിക്കറിയൊക്കെ വെച്ച് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. നമ്മുടെ അമ്പാടിക്കണ്ണനൊന്നും എഴുന്നേറ്റില്ലായിരുന്നു. അവരൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ അവരെയൊക്കെ തെളുത്തി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളൊരുങ്ങി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ നാത്തൂന് വേറൊരു വണ്ടിയിൽ നമ്മുടെ അയ്യപ്പോയായിട്ട് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് റേഷൻ കടയിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കയറിയിട്ടാണ് അമ്പലത്തിലോട്ട് വന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചായിരുന്നു കേട്ടോ. നമ്മൾ വന്ന സമയത്ത് അവിടെ രാവിലത്തെ പൂജ നടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇച്ചിരി നേരം വെളിയിലൊക്കെ നിന്നിട്ട് പിന്നെ അമ്പലത്തിൽ കയറി തൊഴാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെടിയാണിക്ക് അമ്പലം കേട്ടോ. അപ്പോൾ ഇവിടെ മീനത്തിലെ അശ്വതിക്കാണ് ഇവിടുത്തെ ഉത്സവം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ കാളയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് പിന്നീട് നമ്മളപ്പോൾ ആ സമയം കൊണ്ട് പുറത്തൊക്കെ ആദ്യം തൊഴുതത്, പിന്നല്ലേ അകത്ത് കയറാൻ പറ്റും. അവിടെ പൂജ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തൊക്കെ തൊഴുതിട്ട് പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പായും അമ്പാടിക്കണ്ണനും ഭയങ്കര ചാട്ടമൊക്കെ ആയിരുന്നു. എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അയ്യപ്പായ്ക്ക് അമ്പലത്തിൽ വരുമ്പോഴേ ഉടുപ്പ് ഊരണം കേട്ടോ. ഉടുപ്പ് ഊരിയിട്ട് ഇങ്ങനെ തോളത്തിട്ടുകൊണ്ട് നടക്കണം. അയാൾക്കത് അറിയാം. അങ്ങനെ പിന്നെ അയാൾ അവിടെയൊക്കെ കുറച്ച് നേരം ഓടുകയും ചാടുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അമ്പലം തുറന്ന് പിന്നെ നമ്മളകത്ത് കയറി തൊഴുകയൊക്കെ ചെയ്ത് എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറിയായിരുന്നു. അപ്പം നമുക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നപ്പോൾ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് ആ സമയം കൊണ്ട് നമ്മുടെ അയ്യപ്പായും അമ്പാടിക്കണ്ണനൂടെ എന്തെല്ലാം വാങ്ങിക്കാൻ പറ്റുമോ അതെല്ലാം വാങ്ങിപ്പിച്ച് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തത് കയറി പിടിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചൂടാക്കി പിന്നെ നമ്മുടെ നാത്തൂന് അപ്പോഴത്തേക്ക് ചായയൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ ശനിയാഴ്ച മലയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചത്. ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾ രണ്ടും എഴുന്നേറ്റ്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ചീവക്കിഴങ്ങുണ്ടായിരുന്നു. അങ്ങനെ അത് മെഴുക്കുവരട്ടി വെച്ച് പിന്നെ മോരുകറി വെച്ച് പിന്നെ തീയൽ വെച്ച്. അപ്പം ഞങ്ങൾ രണ്ടുപേരോടായിരുന്നു ഇന്നത്തെ പാചകം. അങ്ങനെ പാചകം എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾ അടയ്ക്ക പറിക്കാൻ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറിയെല്ലാം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളെ പപ്പടം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പപ്പടവും കാച്ചി അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ തുണി കഴുകും തൂത്തുവാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടിരുന്ന്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രം കൂടെ അഴുക്കായി. പിന്നെ നമ്മളതെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ച് പിന്നെ നമ്മൾ അവിടെ പിന്നെ കുറച്ച് നേരം പിന്നെ നമുക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഞങ്ങളുടെ അമ്പാടി അങ്ങോട്ട് വന്നു കേട്ടോ. ഞങ്ങളുടെ അമ്പാടി ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ മോൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അയാൾ നമ്മുടെ അമ്പാടിക്കണ്ണൻ വരുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. പിന്നെ അവർ പിള്ളേരെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളും അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ടാറ്റ, ഓക്കെ, ബായ്.